2021 ജൂൺ 30 വണ്ടിപ്പെരിയാർ ചുരക്കുളത്തിലെ എസ്റ്റേറ്റ് ലയത്തിൽ കഴുത്തിൽ കയർ കുരുങ്ങി 6 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആ മരണത്തിന് ഇന്ന് 4 വർഷം തികയുന്നു. പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. പക്ഷേ തെളിവുകളുടെ അഭാവത്തിൽ കട്ടപ്പന വിചാരണ കോടതി അയാളെ വെറുതെ വിട്ടു. 2 വർഷം നീണ്ടുനിന്ന വിചാരണ. 2023 ഡിസംബർ 14 ആ വിധിയെത്തിയത്. അന്വേഷണത്തിലും തെളിവ് ശേഖരിക്കുന്നതിലും പോലീസിന് വീഴ്ച പറ്റിയെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. ന്യായം കിട്ടാത്തടത്താണ് ഇതുകൊണ്ട് കൊടുക്കുന്നത്. ഒരു പെൺകൊച്ചിനെ കൊന്ന് കൊല വിളിച്ചവനെ വെറുതെ വിട്ടു കോടതി. ഇതാണോ ചെയ്യേണ്ടത്? പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തെളിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചാണ് കൊടുത്തത്. ബാക്കി ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനമാണല്ലോ. നമ്മുടെ സ്പെഷ്യൽ PP ആയിട്ട് ബന്ധപ്പെട്ട് അപ്പീൽ സ്കോപ്പ് ഉണ്ടെന്ന് ഞങ്ങൾ പരിശോധിക്കും. എന്ത് തെളിവാ പോലീസിന്റെ ഉള്ളത്? യാതൊരുവിധ പ്രോപ്പറായിട്ടുള്ള കോടതി അപ്രീഷിയേറ്റ് ചെയ്യുന്ന യാതൊരു ശാസ്ത്രീയ തെളിവുകളും കളക്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഈ കേസിൽ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്യാണ്. യഥാർത്ഥ പ്രതി എവിടെ പോയി? പ്രോസിക്യൂഷന് ലഭ്യമായ എല്ലാ തെളിവുകളും സാഹചര്യങ്ങളും ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെയുള്ളവ ഹാജരാക്കിയിരുന്നു. പോലീസ് അന്വേഷണത്തിൽ അങ്ങനെ പോരായ്മ എന്ന് പറയാൻ ഇല്ല. പിന്നെ ഏത് അന്വേഷണത്തിലും ആദ്യ ദിവസങ്ങളിൽ കുറച്ച് പോരായ്മകൾ അവര് അറിയാതെ തന്നെ വരാൻ ഇടയുണ്ട്. കോടതി ഉത്തരവിനെതിരെ കുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. പക്ഷേ സർക്കാർ പ്രോസിക്യൂട്ടർ നിയമിക്കാത്തതിനാൽ ഇതുവരെയും വാദം ആരംഭിച്ചിട്ടില്ല. വിധി പറയുന്ന ഡേറ്റ് 2023 ഡിസംബർ 14 പറയുന്നത്. അതിനുശേഷം 4 ദിവസത്തിനകം തന്നെ അന്നത്തെ പോലീസും പ്രോസിക്യൂട്ടറും കൂടി ചേർന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ തയ്യാറാക്കി കൊടുക്കുന്നു. അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവിടെ സ്വീകരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ 1.5 വർഷം പിന്നിട്ടു. 1.5 വർഷത്തിന് മേളിലായി. എന്നിട്ടും നമ്മുടെ കേസിൽ ഒരു വായ്ദ പോലും ഇതുവരെ കോടതിക്ക് വന്നിട്ടില്ല. അപ്പീൽ കൊടുത്ത പോലെ അങ്ങനെ ഇരിക്കുകയാണ്. പ്രോസിക്യൂട്ടർ നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി പെൺകുട്ടിയുടെ കുടുംബത്തിന് ഉറപ്പ് നൽകിയതാണ്. അപ്പോൾ അത് നേരിട്ട് നമ്മൾ മുഖ്യമന്ത്രി കാണുകയും ചെയ്തു. അതിനുവേണ്ടി നമ്മൾ രേഖാമൂലം കൊടുത്തു, സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ കണ്ടക്ട് വന്നതിന് ശേഷം 1 മാസത്തിനുള്ളിൽ തന്നെ പോലീസുകാർ നമുക്ക് ആവശ്യമുള്ള പ്രോസിക്യൂട്ടർ വെച്ച് തരാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ 3 പേരുടെ പേര് പറയാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് അവരുടെ ബയോഡാറ്റൊക്കെ വെച്ച് നമ്മൾ 3 പേരുടെ പേരും കൊടുത്തതാണ്. എന്നിട്ട് പോലും ഇതുവരെ അതിനകത്തും ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഇന്ന ആളുകളെ വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഭാഗത്തിരുന്നൊന്നും വന്നിട്ടില്ല. അതിന് വേറെ ആളെ വയ്ക്കാം എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മളെ അറിയിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ആളെ കൊടുക്കാമായിരുന്നു. അതും ചെയ്തിട്ടില്ല. പ്രതിയെന്ന് സംശയിക്കുന്ന യുവാവിന്റെ CPM രാഷ്ട്രീയ സ്വാധീനം നേരത്തെ ചർച്ചയായിരുന്നു. പ്രോസിക്യൂട്ടർ നിയമിക്കുന്നതിലെ നടപടികൾ വൈകുന്നതിലും രാഷ്ട്രീയ ഇടപെടലുണ്ടെന്നാണ് ആരോപണമുയർന്നത്. ആ 6 വയസ്സുകാരി പീഡനത്തിനിരയാക്കപ്പെട്ട് കൊല്ലപ്പെട്ടെന്ന് കണ്ടെത്തിയതാണ്. പോലീസ് കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ വെറുതെ വിടുകയും ചെയ്തു. അയാളല്ല പ്രതിയെങ്കിൽ യഥാർത്ഥ കൊലയാളി അപ്പോൾ എവിടെയാണ്? മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.